നീ എന്തിന് കമന്റ്സ് കാണുന്നുണ്ട് ഫസ്റ്റ് കമന്റ് കാണുന്നത് നല്ലത് കുറെ കമന്റുകൾ കാണും. ഇല്ല, എന്തിനു കാണരുത്. ഡോണ്ട് സീ ദ കമന്റ്സ്. ചില സമയം നമ്മളത് നോക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങൾ നോക്കാറില്ല. കരഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരു ഫോട്ടോഗ്രാഫർ എക്സ്ട്രാ സക്രിയ എന്ന് പറയുന്ന ആളുടെ ഷൂട്ടുകൾ ചെയ്ത് കഴിയുമ്പോൾ ഈ കമന്റിന്റെ അടിയിൽ ഓരോ പിക്ചേഴ്സിന്റെ അടിയിലും വീഡിയോയുടെ അടിയിലും വന്നിട്ട് ഒരുപാട് കമന്റുകൾ ഇടുമായിരുന്നു. മോശമെന്ന് പറഞ്ഞാൽ ആദ്യം മാമിനോട് ഞാൻ പറഞ്ഞില്ല, അത്രയ്ക്കും വൾഗർ ഉള്ള കമന്റുകളും ചീത്തകളും, നിന്റെ വീട്ടിൽ ആരും ഇല്ലേ ചോദിക്കാൻ, ഇത് തന്നെയാണ് സ്വാഭാവികമായിട്ടും അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഗൗരി എന്തിനാണ് ഈ കമന്റുകൾ നോക്കുന്നത്? ആ കമന്റുകൾ നോക്കാതെ നീ നിന്റെ ജോലികൾ ചെയ്യുക. അതോടെ നമ്മൾ കമന്റുകൾ നോക്കാറില്ല. ഇപ്പം അതിൻ്റെ അകത്ത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ കമന്റുകൾ ഡിലീറ്റ് ചെയ്യാനും ഞാൻ പോകാറില്ല. അത് അവിടെ തന്നെ കിടക്കും. അങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഏജ്, ഈ ഫിഗർ എല്ലാം ഓക്കെ, ഈ ടൈമിൽ ഈ ഫോട്ടോ ബിക്കിനി ഇടുന്നത് ഇതൊക്കെ ഓക്കെ. ആഫ്റ്റർ 10 years മകൻ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് ആഗ്രഹിച്ച് സെറ്റിലായി മാറുക എന്നുള്ളത്. നമ്മൾ പിന്നെ എപ്പോഴും ഫോട്ടോഷൂട്ട് എന്നും പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്ത് നടക്കില്ല. കാരണം നമുക്കൊരു ഏണിംഗ് വരുമാനം കിട്ടുന്ന രീതി നമ്മൾ ചെയ്യും. 60 വയസ്സായാലും എനിക്ക് ശരീരം ചുളുങ്ങിയില്ല എങ്കിൽ ഞാൻ ഇത് തന്നെ കണ്ടിന്യൂസ് ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള ഈ ഒരു ജോലി ഞാൻ കണ്ടിന്യൂസ് ചെയ്യും. സോ ഇത് ചെയ്യും. ചെയ്യും. കാരണം നല്ല വേഷങ്ങൾ, അതിൽ ബിക്കിനീസ് ഒഴിവാക്കിക്കൊണ്ട് നല്ല കോസ്റ്റ്യൂമിലേക്ക് ഞാൻ വരും. ഈ ബിക്കിനി ഒക്കെ ഇടുന്നുണ്ടല്ലോ, ഇപ്പൊ ഒരു ഫിലിമിൽ വന്നാ ഇപ്പൊ ചെയ്യില്ലേ ബിക്കിനീസ് ചെയ്യും. നമ്മളെ അവസരങ്ങൾ കിട്ടിയാൽ ബിക്കിനീസിൽ ഞാൻ പറഞ്ഞല്ലോ, മോശം ഒരു വസ്ത്രധാരണം എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. ബിക്കിനീസ് അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും. സാരി കിട്ടിയാൽ ചെയ്യും. മുണ്ട് കിട്ടിയാൽ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം അവർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊക്കെ ചെയ്യും. ഗൗരിയുടെ DP-യിൽ എപ്പോഴും ജീസസ് എന്തു പറഞ്ഞതിന് വാക്കുകൾ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഭക്തി എന്ന് പറയുമ്പം ദേവാലയങ്ങളിൽ എപ്പോഴും പോവില്ല. നമുക്കൊരാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ മുണ്ടക്കയം എന്ന് പറയും. അവിടെ ഒരു സ്ഥല പ്ലേസ് ആണ് മുണ്ടക്കയത്ത് അമ്പലത്തിൽ, ഒരു വള്ളിയങ്കാവ് അമ്പലം എന്ന് പറയും. വലിയൊരു ഭദ്രകാളിയുടെയൊക്കെ ഒരു അമ്പലമാണ്. വലിയ ഭക്തി, ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കേട്ടുകേൾവിയുള്ള ഒരു അമ്പലമാണ്. അവിടെ ഞാൻ പോകും. പിന്നെ വേളാങ്കണ്ണി മാതാവ്, എനിക്ക് പറ്റുന്ന സമയം ഞാൻ അവിടെ പോകാറുണ്ട്. പോയി നേർച്ചകൾ എടുക്കാറുണ്ട്. മുട്ടുകാലിൽ എഴയാറുണ്ട്. ഒരു ഭക്തി, എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ രണ്ട് ഭാഗം. നിനക്ക് സോറി ടു ഇൻറ്ററപ്റ്റ്, എനിക്ക് ഒരു വിഷയം വേണം. അപ്പോൾ അത് പെട്ടെന്ന് യാരോ ഒരാൾ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പം നമ്മൾ പറയും അവർ തന്നെ ദൈവം. അതെ, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വന്നിട്ടുണ്ടോ ലൈഫിലെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി പോകുമ്പോൾ ഞാൻ വിളിക്കുന്ന, ഇപ്പം ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ സ്റ്റാറ്റസ് ആയിട്ട് എപ്പോഴും ഇടുമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഇഷ്ടം സോങ്ങുകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ ഞാൻ പറഞ്ഞ നമ്മൾ തമിഴ്നാട് നമ്മുടെ മാതാവിൻ്റെ മണർകാട് അമ്പലത്തിൽ പള്ളിക്ക് പോകുമ്പോൾ നമ്മൾ വിളിച്ചു പറയുന്ന, നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും എന്നത്. ഇപ്പം ഓരോ അമ്പലങ്ങളിൽ നമ്മൾ നേർച്ച കൊടുക്കാം, അല്ലെങ്കിൽ പള്ളിക്ക് നേർച്ച കൊടുക്കാം. ആ പറയുന്ന കാര്യങ്ങൾ ഏതുവഴിയെങ്കിലും ദൈവം നമുക്ക് നടത്തിത്തരും. അതെൻ്റെ വിശ്വാസം, എൻ്റെ കോൺഫിഡൻസ് ആണ്. കാരണം നമ്മൾ പറയുന്ന ആ സമയത്ത് ചിലപ്പം നടന്നില്ലെങ്കിൽ പിറ്റേന്ന് സങ്കടപ്പെടേണ്ട എന്നുള്ളതിൽ നമുക്ക് ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് വരും. ഞാൻ എന്ത് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി പോകുമ്പോഴും ഈ രണ്ടിടത്ത് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വഴി കാട്ടി തരും. കാരണം ഞാൻ വേളാങ്കണ്ണിയിൽ അമ്മേനെ, മാതാവിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ക്രിസ്ത്യാനിയാണ്. അതിലിപ്പം ചില ആൾക്കാർ വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇനിയും പറയാൻ സാധ്യതയുണ്ട്. ഞാൻ വിളിക്കുന്ന ആ ഒരു സ്പിരിറ്റിൽ ദൈവം എനിക്ക് വഴി ഒരുക്കി തരുന്നുണ്ട്. ഈ രണ്ട് വേളാങ്കണ്ണി മാതാ ഞാൻ 100 times പോയിട്ടുണ്ട്. ഇപ്പവും പോവും. കാരണം യാർക്കാച്ചും അസുഖമായാലേ ഞാൻ പ്രാർത്ഥിക്കും. അത് ആരായിരിക്കട്ടെ, എൻ്റെ അടുത്ത് പറഞ്ഞാലേ എനിക്ക് ഈ അസുഖമുണ്ടെന്ന് അങ്ങനെ പറഞ്ഞാലേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് സാരി, ഓരോ കളർ സാരി എവറി ഇയറിൽ 2 times പോവും. അപ്പോൾ ഈ സാരിയൊക്കെ കൊടുത്തിട്ട് അവിടെ അവരെല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേളാങ്കണ്ണി മാതാവിനെ വിളിക്കുന്നതെന്ന് പറയുന്നത്, എനിക്കൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപകടം, ഗ്യാസ് സിലിണ്ടർ ലീക്കായിട്ട് കൈയും പൊള്ളി, കഴുത്തും പൊള്ളി. ഞാൻ ICUവിൽ കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഹെയർ ഒരുപാട് ഉണ്ടായിരുന്നു. ഈ ഇത്രയും ഭാഗവും ഈ ഒരു ചെവി പൊള്ളി ഇതായിട്ടിരിക്കണില്ലേ, അത് ഗ്യാസ് സിലിണ്ടറിൽ ഒരു അപകടം പറ്റിയതാണ്. അപകടം പറ്റിയ സമയത്ത് ICUവിൽ കിടന്ന സമയം ഞാൻ വേളാങ്കണ്ണി മാതാവിനെ വിളിച്ച്, നമ്മൾ ICUവിൽ കിടക്കുമ്പോൾ എൻ്റെ ബോധമനസ്സും എന്ന് പറയുന്ന 2 ഇതുണ്ട്. അപ്പോൾ
അപ്പോൾ അതിൽ ഞാൻ ഐസിയുയിൽ കിടക്കുന്ന സമയം മാതാവിനെ നമ്മൾ ഉള്ളി കൊണ്ട് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞ് 3-ാമത്തെ ദിവസം മാതാവ് എൻ്റെ തലയുടെ അവിടെ വന്ന് നിന്നിട്ട് നമ്മുടെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് ടോയ്ലറ്റിൽ പോവുകയാണ്. ഐസിയുയിൽ കിടക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു. അവിടെ എൻ്റെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മുഖം വികൃതമാണ്. കാരണം പൊള്ളിയിട്ട് ഫേസ് എല്ലാം ഭയങ്കര ഇതായിരുന്നു. ഈ കഴുത്തൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ട് പൊള്ളിയ ഒരു ഇതാണ്. ആ മാർക്കാണ് ഇവിടെ ഫുള്ള് കാണുന്നതെന്ന് പറയുന്നത്. ആ സമയം മുതൽ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ഇത് എപ്പോഴാണ് നടന്നത്? 17-18 വയസ്സിൽ. ആ 17-ാമത്തെ വയസ്സിൽ പ്രോബ്ലം വന്നതല്ലേ, ഒത്തിരി കഷ്ടപ്പാട് വന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും നമുക്ക് അന്നൊന്നും ആ ഒരു ലേസർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. ഈ കൈ എന്ന് പറയുന്നത് ഈ ഭാഗം മുതൽ ഇവിടെ വരെ പൊള്ളിയത്, ഇവിടെ മുതൽ ഇവിടെ വരെ പൊള്ളിയത്, ഇവിടെ ഡീപ്പായിട്ട് പൊള്ളിയൊരു പാടാണ് കിടക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അന്നു മുതൽ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പോയിട്ട് നേർച്ച മുട്ടുകാലിൽ അഴിഞ്ഞ് അമ്മയുടെ നടയിൽ വരെ വരുന്നത് ആ മുട്ടുകാലിൽ അഴിഞ്ഞാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളത് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് പോകാറുണ്ട്. ഇപ്പോൾ ഒരു 4 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് പോയി. മോൻ്റെ ആവശ്യങ്ങൾ വന്നപ്പോഴും അങ്ങോട്ട് തന്നെയാണ് പോയെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര വിശ്വാസം. എനിക്ക് വിശ്വാസം ഓക്കെ, പക്ഷെ എനിക്ക് നിന്നെ കാണുമ്പോൾ വളരെ മനസ്സ് കഷ്ടമാവുന്നുണ്ട്. ഇത്ര പ്രശ്നങ്ങളോ കഷ്ടതകളിൽ നമ്മൾ മുൻപോട്ട് വരുമ്പോഴല്ലേ ജീവിതം എന്ന് പറയുന്നത് മുൻപോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ലൈഫിൽ. വെരി വെൽ ഗൗരി. അതിൽ നിന്ന് ഇനി മുൻപോട്ട് സന്തോഷമായിട്ട് അതാണ് ഞാൻ പറയാൻ വരുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി നിനക്ക് എന്ത് പ്രശ്നവും വരരുത്. യു ഹാവ് ടു ബി ഹാപ്പി ഇൻ യുവർ ലൈഫ്. യെസ്, നിൻ്റെ മോന് ഡോക്ടർക്ക് പഠിച്ചിട്ട് നിന്നെ വിളിച്ച് അവൻ കൂടെ വെക്കും. നീ ഹാപ്പി ആയിട്ട്. അവരെല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. കാരണം നമ്മൾ പറയുന്നത് അവർ കേൾക്കാറുണ്ട്. എല്ലാ കാര്യത്തിലും ഇപ്പം ബിക്കിനീസ് ഇടുന്നു അതൊരു മോശമെന്ന് അവരാരും പറയില്ല. രണ്ടാമത്തത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മ ഇപ്പം എവിടെ പോകണം, ഇപ്പം ഞാൻ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ അവൻ പറയും അമ്മയ്ക്ക് ഇതേ ഉള്ളൂ എന്ന് ചോദിക്കും. കാരണം വേറൊരു ഡ്രസ്സ് അമ്മയ്ക്ക് ഒരു സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ട് അമ്മയ്ക്ക് വന്നൂടെ. ഇപ്പം തന്നെ മാമിൻ്റെ ഇൻ്റർവ്യൂ ഇന്നലെയാണെന്നുള്ളത് ഇന്നത്തെ ഡേറ്റ് ആണെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി എടുത്ത സാരിയാണിതെന്ന് പറയുന്നത്. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട് അമ്മ ഇന്നത് എടുക്കുക അല്ലെങ്കിൽ അമ്മ ഇന്നത് ഉപയോഗിക്കുക, അതിനൊന്നും ഒരു നിബന്ധനകളും ഇല്ലാത്തൊരു കൊച്ചാണത്. കാരണം പഠിക്കുകയും ചെയ്യുന്ന യു ആർ ബ്ലെസ്ഡ് വിത്ത് എ വെരി വെരി ഗുഡ് സൺ. താങ്ക് യു. ഓക്കെ ഗൗരി, സത്യമായിട്ട് യു ആർ പ്യുവർ സോൾ, യു ആർ എ വെരി ബ്യൂട്ടിഫുൾ ഹാർട്ട്. നീ ചെയ്യുന്നത് മറ്റവർക്ക് എഫക്റ്റ് ആവാതെ വരെ നിനക്ക് എന്ത് വേണം ചെയ്യാം. അതെ. അബൌട്ട് ദ സൊസൈറ്റി, ഈ എല്ലാം പറയുന്നത് ഇവരൊക്കെ നിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടാണ്. സോ യു ഷുഡ് താങ്ക് ദ സൊസൈറ്റി ആൻഡ് ദ വ്യൂവേഴ്സ്. ഓക്കെ, നിങ്ങൾ എല്ലാം കണ്ടത് കൊണ്ട് എനിക്ക് വ്യൂസ് ഏരി. നിങ്ങളുടെ കമൻസ്, നിങ്ങൾക്ക് അത്ര ടൈം ഉണ്ട്, കമൻസ് ഇട്, നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങളുടെ ഫോണ് നിങ്ങളുടെ ഫിംഗേഴ്സ് അല്ലേ, അത് വലിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും അത് എഴുതിക്കോ. സോ ബട്ട് മോർ ദൻ ദാറ്റ് യു ആർ എ ബ്യൂട്ടിഫുൾ സോൾ. യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ യുവർ ലൈഫ്. ബി ഹാപ്പി. താങ്ക് യു. സോ വ്യൂവേഴ്സ്, നമ്മ ഇന്ന് ഗൗരിയുടെ എല്ലാ വിഷയങ്ങളും അവൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഐ പിറ്റി ഹെർ ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ലവ് ഹെർ. സോ എല്ലാവരും ഇങ്ങനെ ഏത് ചെയ്താലും, ആക്ടിങ് ചെയ്താലും ഇല്ല ഫോട്ടോസിൽ പോസ്റ്റ് ചെയ്താലും, വാട്ട് എവർ ദേ ഡു, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇഷ്ടം ഇല്ലെങ്കിൽ കാണരുത്, ജസ്റ്റ് സ്വൈപ്പ് ഇറ്റ് ഓഫ്. ബട്ട് ഡോണ്ട് ഹേർട്ട് എനിബഡി ബൈ കമൻറ്റിങ്. I hope you will not do it anymore and love you. Thank you for watching.